ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അധികം ആരും ഉണ്ടാക്കി കാണാത്തൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു പുളിങ്കറി, അതായത് ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള വെളുത്ത മധുരക്കിഴങ്ങാണ് കേട്ടോ. ഞങ്ങളിവിടെ ചക്രക്കിഴങ്ങ് എന്ന് പറയും. അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണേ. തോലൊക്കെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ കഴുകി വെച്ചതാണ് കേട്ടോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ തക്കാളി മുറിച്ചതും ഇട്ട് കൊടുക്കുക. ഇത് എൻ്റെ അമ്മ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. അമ്മ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു തന്നതാണ്. ഇത് മധുരക്കിഴങ്ങ് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു പണ്ടത്തെ കറി ഉണ്ടാക്കി നോക്കാമെന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഈ കഷ്ണം വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടിയിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുക. 1 വിസിൽ കയറ്റിയെടുത്താൽ മതി കേട്ടോ. മറ്റ് കഷ്ണം വല്ലാതെ വെന്ത് അരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. കുക്കർ വിസിൽ വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് 1.5 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു വലിയ പച്ചമുളക് നടുക മുറിച്ചിട്ടുണ്ട്, 4 വെളുത്തുള്ളി അല്ലി, 4 ചെറിയ ഉള്ളി. ഇത് നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോഴേക്കും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുക്കർ വിസിലൊക്കെ വന്ന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കുക. കഷ്ണമൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. വല്ലാതെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. വല്ലാതെ കയ്യിലോണ്ട് ഇങ്ങനെ ഇളക്കി ഇതാക്കരുത് കേട്ടോ. അപ്പോൾ വല്ലാതെ ഉടഞ്ഞ മാതിരിയായി പോവും. ഇനി അതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം, നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചത് പിഴിഞ്ഞ് വെച്ച വെള്ളമാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ പുളിവെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം പുളിവെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ആ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കപ്പയോണ്ട് മധുരക്കിഴങ്ങ് കൊണ്ടൊക്കെ ഈ കറി വെക്കണത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു അന്നത്തെ ആ കറിക്കൊക്കെ. ആ മിക്സിയിലെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കറി ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്. ഈ മധുരക്കിഴങ്ങിൻ്റെ കഷ്ണമൊക്കെ വല്ലാതെ ഉടഞ്ഞു പോകട്ടോ. ഉപ്പ് പാകം നോക്കിയപ്പോൾ ലേശം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറി നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ മധുരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ, ഇത് വല്ലാതെ ഉടയാതെ ഇപ്പം കിട്ടിയിട്ടുണ്ട്. മധുരവും ഉപ്പും പുളിപ്പൊക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ അത്. ഇപ്പം കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂണ് കടുകും 1/4 ടീസ്പൂണ് ഉലുവയിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കൈപ്പിടി ചുവന്നുള്ളി അരിഞ്ഞതിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ചെറിയ ഉള്ളിയിലൊക്കെ വറവിടുന്ന സമയത്ത് ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. ഇപ്പോൾ ഉള്ളി മുളകും കറിവേപ്പിലയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതെടുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കുക. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ ഒരു മധുരക്കിഴങ്ങ് പുളി ഒഴിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ചോറിന് കൂട്ടിയ സമയത്ത് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മധുരക്കിഴങ്ങ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ടു. അമ്മമാർ പണ്ടുണ്ടാക്കിയിരുന്ന ഈ പഴമയുടെ രുചിക്കൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.